രാവിലെ സമയം കളയാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം സ്കൂളിൽ പോകാൻ ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ നോറമോൾ ഒരു അടുക്കിപ്പെറുക്കിന് കയറി. മിക്ക ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാറ്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി നൂഡിൽസ് ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ സ്നാക്സ് റെഡിയാക്കി. ആപ്പിളും ബിസ്ക്കറ്റുമാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. ഉച്ചക്കത്തെ ഫുഡ് അവർ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും. വാട്ടർ ബോട്ടിലിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഫില്ല് ചെയ്തു. ഇവിടുത്തെ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ബാഗിൽ നമ്മൾ 2 ജോഡി ഡ്രസ്സ് നിർബന്ധമായിട്ടും പാക്ക് ചെയ്യണം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് വൈറ്റും റെഡും ആണ് സ്കൂളിൽ നിന്ന് കളർ കോഡ് തന്നിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹെയർ ടൈ ചെയ്തു. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു കാര്യമേ. ഇവിടുത്തെ സ്കൂളുകളിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിനുവേണ്ടി പേപ്പർ ബാഗിൽ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്ത് നമുക്ക് കൊടുത്തുവിടും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് വാലന്റൈൻസ് ഡേയുടെ അന്ന് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഞാനൊരു റീഡിംഗ് ബുക്കും ഒരു എലിഫന്റിന്റെ ടോയും ഒരു ബോക്സ് ക്രയോൺസും ഒരു ചെറിയ പസിൽസും ആണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. സ്കൂളിൽ പ്രത്യേകിച്ച് പഠിപ്പിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ ഓറമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാറിൽ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു ആട്ടുംകുട്ടീനെ കണ്ണിപ്പെട്ടത്. പിന്നെ ആട്ടുംകുട്ടിയുടെ പുറകെ പോയി അതിനോട് കുശലമൊക്കെ ചോദിച്ച് അതിൻ്റെ സുഖവിവരം അന്വേഷിച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് പതിവ് പോലെ ഇന്നും ഞങ്ങൾ ലേറ്റായി.